السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രത്യേകിച്ച് നമ്മുടെ നഈമി വിഷൻ കുടുംബങ്ങളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത് എന്താണ്? നമുക്കൊക്കെ അറിയാം. എന്താണ്? നമുക്കെല്ലാം അറിയാം. പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത് നമ്മളൊക്കെ കാണാതെ പഠിച്ചിട്ടുള്ളവരാണ്. എല്ലാ ദിവസവും ഓതാറുള്ളവരാണ്. നിസ്കാരത്തിന് ശേഷം നമ്മൾ ഓതാറുള്ളവരാണ്. നിസ്കാരത്തിന് ശേഷം അത് ഓതൽ സുന്നത്താണ്. അതുപോലെ ബാങ്ക് കൊടുത്തതിന് ശേഷം ഇഖാമത്തിൻ്റെയും ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയ്ക്ക് ഓതൽ സുന്നത്താണ്. അങ്ങനത്തെ ഒരായത്ത് ഏതാണ്? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി എന്നറിയപ്പെടുന്ന ആയത്ത് പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 255-ാമത്തെ ആയത്താണ്. ആ ആയത്തിന് വളരെ വലിയ പ്രത്യേകതയും പ്രതിഫലവും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെയും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ആയത്തുൽ കുർസിയുടെ കുറച്ച് പ്രത്യേകതകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത്. അള്ളാഹു അത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയത്തുൽ കുർസി അത്ഭുതങ്ങളുടെ കലവറയായിട്ടാണ് മഹാന്മാർ പരിചയപ്പെടുത്തുന്നത്. അത്ഭുതങ്ങളുടെ കലവറയാണ്. ശൈത്താന് വളരെ പേടിയുള്ള ഒരായത്താണ്. നമ്മൾ ആയത്തുൽ കുർസി ഓതി മന്ത്രിച്ചാൽ ശൈത്താൻ അടുത്തേക്ക് വരികയില്ല. നമ്മൾ ആയത്തുൽ കുർസി ഓതിയാൽ ശൈത്താൻ നമ്മുടെ അടുത്തേക്ക് വരികയില്ല. ശൈത്താന് പേടിയാണ്. അങ്ങനത്തെ ഒരായത്താണ്. അതുകൊണ്ട് എല്ലാവരും ഇത് കാണാതെ പഠിക്കണം. അത് നമ്മൾ ഓതുകയും ചെയ്യണം. എല്ലാ ദിവസവും അത് ഓതുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അവിടുത്തെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു, ആയത്തുൽ കുർസി ദിനം പ്രതി, അതായത് എല്ലാ ദിവസവും 40 പ്രാവശ്യം ഓതിയാൽ ആ വീട്ടിൽ ശൈത്താൻ കടക്കുകയില്ല. അതുപോലെ തന്നെ സിഹർ സംബന്ധമായ വല്ല പ്രശ്നങ്ങളും അവർക്കുണ്ടെങ്കിൽ അതും മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ വീട്ടിൽ എത്ര പ്രാവശ്യം ഓതണം? എല്ലാ ദിവസവും 40 പ്രാവശ്യം വീട്ടിൽ വെച്ച് ഓതണം. നമ്മുടെ വീട്ടിൽ വെച്ച് 40 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതിയാൽ അത് ഒരു ഇരിപ്പിലിരുന്നു കൊണ്ട് ഓതുന്നതാണ് നല്ലത്. തുടർച്ചയായിട്ട് 40 എണ്ണം ഓതുന്നതാണ് ഏറ്റവും നല്ലത്. പല സമയത്താണ് 40 എണ്ണം ഓതുന്നതിനേക്കാൾ നല്ലത് തുടർച്ചയായി 40 എണ്ണം ഓതുന്നതാണ്. അങ്ങനെ 40 പ്രാവശ്യം ആയത്തുൽ കുർസി വീട്ടിൽ വെച്ച് ഓതിയാൽ ശൈത്താൻ ആ വീട്ടിൽ കടക്കുകയില്ല. ശൈത്താൻ ആ വീട്ടിലേക്ക് പ്രവേശിക്കുകയില്ല. പിശാചുക്കൾ പ്രവേശിക്കുകയില്ല. അതുമാത്രമല്ല, സിഹർ സംബന്ധമായ വല്ല ദോഷങ്ങളും അവർ കേട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെയും മാറിക്കിട്ടുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും എല്ലാവിധ പിശാചുക്കളിൽ നിന്നും പൈശാചിക ഷർറുകളിൽ നിന്നും സിഹറിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനിയും നോക്കൂ, മഹാന്മാർ പഠിപ്പിക്കുന്നു, ആയത്തുൽ കുർസിയെ ദിനം പ്രതി, അതായത് എല്ലാ ദിവസവും ഒന്നുകിൽ 17 പ്രാവശ്യം, അല്ലെങ്കിൽ 50 പ്രാവശ്യം, അല്ലെങ്കിൽ 170 പ്രാവശ്യം, അല്ലെങ്കിൽ 313 പ്രാവശ്യം, ഓരോരുത്തരുടെയും സൗകര്യം പോലെ. ഏറ്റവും കൂടുതൽ എത്ര ചെല്ലാൻ പറ്റുമോ അത്ര ചെല്ലാനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ ഓരോരുത്തർക്കും സാഹചര്യ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ എണ്ണത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു എണ്ണം ഓതിയാൽ മതി. ഒന്നുകിൽ 17, അല്ലെങ്കിൽ 50, അല്ലെങ്കിൽ 170, അല്ലെങ്കിൽ 313. ഇതിലേതെങ്കിലും ഒന്ന് പതിവാക്കിയാൽ, ഈ പറഞ്ഞ എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ആയത്തുൽ കുർസിക്ക് പതിവാക്കിയാൽ അവന് 2 ലോകത്തും വിജയം കിട്ടുന്നതാണ്. 2 ലോകം എന്ന് പറയുമ്പോൾ ദുനിയാവും ആഖിറവും അവന് രക്ഷയാണ്. 2ഇടത്തും അവന് വിജയിക്കാൻ പറ്റും. അതുമാത്രമല്ല, ദുനിയാവിൽ അവൻ്റെ വരുമാനം വർദ്ധിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഒരു ദിവസം 500 രൂപയാണ് വരുമാനമെങ്കിൽ അത് കൂടി 1000 രൂപയായി മാറും. 1000 വരുമാനമെങ്കിൽ 2000 മാറും. നമ്മുടെ വരുമാനത്തിൽ മാറ്റമുണ്ടാകാം. വരുമാനം വർദ്ധിച്ചു വരും. നമുക്ക് ഖൈറുണ്ടാകും, സന്തോഷമുണ്ടാകും. അവൻ അറിയാത്ത ഭാഗത്ത്, ഈ ഓതുന്നവൻ, ആ ഓതുന്ന മനുഷ്യൻ അറിയാത്ത ഭാഗത്തു നിന്ന് തന്നെ അള്ളാഹു അവന് വരുമാനം എത്തിച്ചു കൊടുക്കും. അവൻ്റെ സകല പ്രയാസങ്ങളും മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഒന്നുകിൽ 17, അല്ലെങ്കിൽ 50, അല്ലെങ്കിൽ 170, അല്ലെങ്കിൽ 313 പ്രാവശ്യം അത് ഓതാൻ കഴിയുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ കിതാബുകളിൽ കണ്ട കാര്യങ്ങളാണ് ഈ ഓർമ്മപ്പെടുത്തി തരുന്നത്.
അത് കഴിയുന്നവരൊക്കെ ചെയ്യുക ഇൻഷാ അല്ലാഹ്. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, ഒരാൾക്ക് അസുഖം വരുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ പെട്ടെന്ന് അവന് ശിഫയുണ്ടാകുന്നതാണ്. ഒരാൾക്ക് അസുഖം വരുമ്പോൾ ആയത്തുൽ കുർസി കഴിയുന്നത്ര ആയത്തുൽ കുർസി ഓതിയിട്ട് അവൻ ദുആ രക്കുക, നെഞ്ചത്തേക്ക് മന്ത്രം ചൂതുക. അങ്ങനെ സ്വന്തം അങ്ങനെ ആയത്തുൽ കുർസി ഓതിയാൽ അവൻ്റെ അസുഖം പെട്ടെന്ന് മാറുന്നതാണ്. മഹാനായ സയ്യിദ് മുഹയ്യിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, ഒരാൾ രാത്രിയിലും പകലിലും ആയത്തുൽ കുർസി 1000 പ്രാവശ്യം ഓതിയാൽ, രാത്രിയിലും 1000 പ്രാവശ്യം ഓതണം, പകലും ഓതണം. അതെല്ലാവർക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എല്ലാ ജോലി തിരക്കുള്ളവർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ സ്ത്രീകൾക്ക് പറ്റാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾക്ക് അത് ഓതാൻ സാധിക്കും. അവർ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ഓതാം, കാണാതെ പഠിച്ചിരുന്നാൽ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും ഓതാം. പുരുഷന്മാർ ചിലപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുമ്പോഴോ മറ്റ് ജോലി ഏർപ്പെടുമ്പോഴോ ചിലപ്പോൾ ഓതാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ ഓതുക. അതാണ് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, രാത്രി 1000 പ്രാവശ്യം, പകൽ 1000 പ്രാവശ്യം. അങ്ങനെ ഓതിയാൽ അത് എന്താണ് കിട്ടുന്നറിയുമോ? റിജാലുൽ ഗൈബുകളുമായി അവന് ബന്ധമുണ്ടാകും. ആരാ റിജാലുൽ ഗൈബ്? 40 ഔലിയാക്കളാണ് റിജാലുൽ ഗൈബ് എന്ന് പറയുന്നത്. മഹാന്മാർ പഠിപ്പിക്കുന്നു, റിജാലുൽ ഗൈബ് എന്നറിയപ്പെടുന്ന മഹാന്മാരായ ഔലിയാക്കളുണ്ട്. അതൊരു സംഘമാണ്. റിജാലുൽ ഗൈബ് എന്നാണ് അവരറിയപ്പെടുന്നത്. റിജാലുൽ ഗൈബ് അദൃശ്യമായ മനുഷ്യന്മാർ, അദൃശ്യരായ പുരുഷന്മാർ. അല്ലാഹു തആല തിരഞ്ഞെടുക്കപ്പെട്ട 40 ഔലിയാക്കളാണ് അത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ നമ്മളെ ആപത്ഘട്ടത്തിൽ സഹായിക്കും. വിജനമായ ഒരു സ്ഥലത്ത് വെച്ച്, വിജനമായ ഒരു സ്ഥലത്ത്, ആരോരും രക്ഷിക്കാനില്ലാത്തൊരു സ്ഥലത്ത് നമ്മെ ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുള്ളപ്പോൾ അവിടെ നിന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റിജാലൽ ഗൈബ്, അസ്സലാമു അലൈക്കും യാ റിജാലൽ ഗൈബ് എന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് സഹായം കിട്ടണമെങ്കിൽ ആ റിജാലുൽ ഗൈബിൻ്റെ മേൽ നമ്മളൊരു ഫാത്തിഹ എല്ലാ ദിവസവും ഓതണം. എല്ലാ ദിവസവും മഹാന്മാരായ റിജാലുൽ ഗൈബിൻ്റെ മേൽ, മഹാന്മാരായ റിജാലുൽ ഗായിബീന റളിയല്ലാഹു അൻഹും അവരുടെ മേൽ ഞാനൊരു ഫാത്തിഹ ഓതുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ഫാത്തിഹ ഓതുക. എല്ലാ ദിവസവും ഓതിയാൽ അവരുമായി ഒരു ബന്ധമുണ്ടാകും, അവരുടെ ഒരു നോട്ടമുണ്ടാകും, കാവലുണ്ടാകും. നമ്മൾ ആപത്തിൽപ്പെടുമ്പോൾ അവരെ സലാം പറഞ്ഞ് വിളിച്ചാൽ അവരെ സഹായിക്കാൻ എത്തുന്നതാണ്. എത്രയോ ആൾക്കാരെ റിജാലുൽ ഗൈബ് സഹായിച്ച സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ 1000 പ്രാവശ്യം പകലും 1000 പ്രാവശ്യം രാത്രിയിലും ആയത്തുൽ കുർസി പതിവാക്കിയാൽ ഈ മഹാന്മാരായ റിജാലുൽ ഗൈബുമായി അവർ ബന്ധമുണ്ടാകുന്നതാണ്. അവരവരുമായി ബന്ധമുണ്ടാകുന്നതാണ്, സഹായിക്കുന്നതാണ്. വിളിച്ചാൽ പെട്ടെന്നെത്തും, അവരുമായി സംസാരിക്കാൻ പറ്റും. അങ്ങനെ പല ഉപകാരം ഉണ്ടാകും. ശരി, ബുദ്ധിമുട്ടണം. 1000 പ്രാവശ്യം രാവിലെ പകലും 1000 പ്രാവശ്യം രാത്രിയിലും ആയത്തുൽ കുർസി ഓതണം. നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം ഓതിയെന്നിരിക്കും, പിറ്റേ നമ്മൾ ഓതൂല. അതുകൊണ്ട് കഴിയുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് ചെയ്യുക. അല്ലാത്ത റിജാലുൽ ഗൈബിൻ്റെ മേലെ എല്ലാ ദിവസവും ഒരു ഫാത്തിഹയെങ്കിലും ഓതുക. ഉപകാരം ഉണ്ടാകും തീർച്ചയാണ്. അതുപോലെ തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ആയത്തുൽ കുർസിയുടെ മറ്റൊരു പ്രത്യേകത, വെള്ളിയാഴ്ച അസറിന് ശേഷം തനിച്ച് ഒരിടത്തിരുന്ന് ആയത്തുൽ കുർസി ഓതിക്കൊണ്ടേയിരിക്കണം. തുടർന്നുള്ള അസറിന് ശേഷവും ഓതിക്കൊണ്ടേയിരിക്കണം. അപ്പം വെള്ളിയാഴ്ച, ആ തുടങ്ങേണ്ടത് വെള്ളിയാഴ്ചയാണെന്ന് അർത്ഥം. തുടങ്ങേണ്ട ദിവസം വെള്ളിയാഴ്ചയാണ്. അങ്ങനെ ചെയ്താൽ എന്താ കിട്ടുന്നത്? അവർ അല്ലാഹു തആല ലദുന്നിയായ ഇൽമു കൊടുക്കും. അപ്പം മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും വേണമെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ പഠിച്ച ഇൽമു അല്ല, പഠിച്ചതും പഠിക്കാത്ത ഇൽമു അല്ലാഹ് തരുമല്ലോ. പഠിച്ചതിന് കസ്ബിയായ ഇൽമു എന്നാ പറയുക, നമ്മൾ സമ്പാദിച്ച ഇൽമു, നമ്മൾ പഠിച്ചെടുത്ത ഇൽമു. എന്നാൽ പഠിക്കാത്ത പല ഇൽമുകളും കിട്ടുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്. നമ്മൾ പഠിച്ചതും പഠിക്കാത്തതും കിട്ടുന്നു. അങ്ങനെ പഠിക്കാതെയും ധാരാളം ഇൽമു കിട്ടിയ ഒരു ആളാണ് ആര്? കോട്ടൂർ ഉസ്താദ്. കോട്ടൂർ ഉസ്താദിന് ലദുന്നിയായ ഇൽമു കിട്ടിയ ആളാണ്. ഉസ്താദിന് സുഖമില്ലാത്തത് കൊണ്ട്, മുതഅല്ലിമായിരിക്കുമ്പോൾ തന്നെ വാതരോഗം പിടിപെട്ടത് കൊണ്ട് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ആ പഠിച്ചതും പഠിക്കാത്തതും എല്ലാം അള്ളാഹു കൊടുത്ത വലിയൊരു പണ്ഡിതനാണ് കോട്ടൂർ ഉസ്താദ്. അള്ളാഹു ആ മഹാന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആ മഹാനായ ഉസ്താദിന് അള്ളാഹു തആല ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അങ്ങനെ ലദുന്നിയായ ഇൽമു കിട്ടാനുള്ള ഒരു വഴിയാണ് മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും വിചാരിച്ചാൽ അവർക്ക് നേടിയെടുക്കാം. ഒരു വെള്ളിയാഴ്ച അസറിൻ്റെ ശേഷമാണ് തുടങ്ങേണ്ടത്. വെള്ളിയാഴ്ച അസറിന് ശേഷം ഒറ്റയ്ക്ക് തനിച്ചിരുന്ന് ഒരിടത്തിരുന്ന് ആയത്തുൽ കുർസി ഓതിക്കൊണ്ടേയിരിക്കുക. എപ്പോൾ വരെ? അസറിന് ശേഷം മഗ്രിബ് വരെ ഓതണം.
പിന്നെ അവിടുന്ന് പിറ്റേ ദിവസം ശനിയാഴ്ച മുതൽ അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും അസറിൻ്റെ ശേഷം മഗ്രിബ് വരെ ഇങ്ങനെ ആയത്തുൽ കുർസി ഓതിക്കൊണ്ടേയിരിക്കണം. തനിച്ചൊരിടത്തിരുന്ന് ഓതണം. ആ ലുദുന്നിയായ ഇൽമ് കിട്ടുന്നത് വരെ ഓതണം. ലുദുന്നിയായ ഇൽമ് എന്ന് കിട്ടുന്നു അന്ന് വരെ ഓതിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഓതിയാൽ ലദുന്നിയായ ഇൽമ് കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കൊക്കെ അള്ളാഹു നാഫിആയ ഇൽമ് നൽകുമാറാകട്ടെ. അതുപോലെ മറ്റൊന്ന്, ആയത്തുൽ കുർസിയുടെ മറ്റൊരു പ്രത്യേകത എന്താണ്? ബോധക്കേട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, ബോധക്കേട്. ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ട് താഴെ വീഴും. അങ്ങനെ ബോധക്കേടുണ്ടാകുന്ന സമയത്ത് ആയത്തുൽ കുർസിക്ക് 11 പ്രാവശ്യം ഓതിയാൽ, അല്ലെങ്കിൽ ഊതിയ വെള്ളം അവൻ്റെ മുഖത്തേക്ക് തളിച്ചു കൊടുത്താൽ പെട്ടെന്ന് ബോധം തെളിയുന്നതാണ്. ബോധക്കേട് വരുന്നവർക്ക്, ബോധക്ഷയം വരുന്നവർക്ക് മറ്റൊരാൾ ആയത്തുൽ കുർസി 11 പ്രാവശ്യം ഓതിയിട്ട് അവൻ്റെ മുഖത്തേക്ക് മന്ത്രം ചൂതിക്കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ മന്ത്രം ചൂതിയിട്ട് ആ വെള്ളം ബോധക്കേട് വന്ന മനുഷ്യൻ്റെ മുഖത്തേക്ക് തളിച്ചു കൊടുത്താൽ ബോധം തെളിയുന്നതാണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ മറ്റൊന്നെന്താണ്? അമിതമായ കോപം, ഭയങ്കര ദേഷ്യം ഉള്ളവരുണ്ട്. സ്ത്രീകളുണ്ട്, പുരുഷന്മാരുമുണ്ട്. വലിയ ദേഷ്യമുള്ളവരുണ്ട്. അങ്ങനെ ദേഷ്യം വന്നാൽ ആ ദേഷ്യം ശമിക്കാൻ, ദേഷ്യം മാറാൻ, ഈ ദേഷ്യം വരുന്നവർക്കും ഒരു താല്പര്യമുണ്ട്. എനിക്ക് ഈ ദേഷ്യം വരുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് അവർക്കും ഉണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും, എന്ത് ചെയ്യുക എന്നൊക്കെ അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു മരുന്നാണെന്ത്? ഒരാൾ അതിര് കടന്ന് ദേഷ്യം വന്നാൽ ആയത്തുൽ കുർസി ഓതി ഇടത് ഭാഗത്തേക്ക് തുപ്പിയാൽ അയാൾ കോപം മാറുന്നതാണ്. അപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് അവരുടെ മനസ്സിലുണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമെന്നൊക്കെ. അപ്പം അങ്ങനെ അമിതമായ ദേഷ്യം, പെട്ടെന്നുണ്ടാകുന്ന കോപം, അത് തൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും എന്ത് ചെയ്യണം? ആ കോപം വരുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതിയിട്ട് ഇടത് ഭാഗത്തേക്ക് തുപ്പുക. എന്നാൽ അവൻ്റെ കോപം മാറുന്നതാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ആയത്തുൽ കുർസിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരുപാട് പ്രത്യേകതകൾ മഹാന്മാരായ പണ്ഡിതന്മാർ അവിടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ സൂറത്തുൽ ബഖറയുടെ 255-ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇതാണ് ആയത്തുൽ കുർസി. എല്ലാവർക്കും അറിയാം. എല്ലാവരും പറഞ്ഞതുപോലെ ചെയ്യുക. എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.